നമുക്ക് ഇന്നൊരു ഫ്ലവർ പോട്ട് പെൻസിൽ ഡ്രോയിങ് ചെയ്യാം. പെൻസിൽ ഡ്രോയിങ്ങിനോടുള്ള എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പൊടി തട്ടി എടുത്ത് ചെയ്യാറുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെയിൻറ്റിങ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ എന്തായാലും പെൻസിൽ ഡ്രോയിങ്ങും ആയിട്ടാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് കൊണ്ടുപോകുന്നത്. റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ പെൻസിൽ ഡ്രോയിങ് ചെയ്യാമെന്ന് പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ചെയ്തല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ വാച്ച് ചെയ്തിട്ട് ഇത് എങ്ങനെയായി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിപ്പോൾ ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. എൻ്റെ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. പഠിച്ചെടുക്കണം നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കാതിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ കഠിനമായ പരിശ്രമത്തിലൂടെ ഒരു ദിവസം നമ്മൾ അതിലേക്ക് എത്തും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഇത് പിന്നെ കുറെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. ഞാൻ പണ്ട് അങ്ങനെയൊന്നല്ല കേട്ടോ, ഒറ്റയടിക്ക് അങ്ങോട്ട് ചെയ്യായിരുന്നു. പക്ഷെ അതൊക്കെ പൊട്ടത്തരായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താലാണ് നമ്മളൊക്കെ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ലുക്കിലേക്ക് എത്തുള്ളൂ. അപ്പം എൻ്റെ വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സുകൾ പറയണം കേട്ടോ, ഞാൻ പെൻസിൽ ഡ്രോയിങ് മുന്നിൽ ചെയ്യണതും ഇപ്പം ചെയ്യണതും തമ്മിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ എന്നുള്ളത്. നമ്മൾ തന്നെ പറയണതിലല്ലോ അർത്ഥം. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റിലൂടെയുള്ള മോട്ടിവേഷൻ കൊണ്ടാണ് ഇത്രയെങ്കിലൊക്കെ ചെയ്ത് പഠിക്കാൻ എനിക്ക് സാധിച്ചത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.